പൊടുന്നനെ ചർച്ചാ വിഷയമായതാണെങ്കിലും ചൈനയുടെ നിരന്തരമായ പരിശ്രമമുണ്ട് ഡീപ് സീക്കിന് പിന്നിൽ. അതുകൊണ്ടാണ് ChatGPTയേക്കാൾ വേഗത്തിൽ കൂടുതൽ തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിയുന്നതും. ഇവിടെയാണ് ഇന്ത്യക്ക് നയപരമായ ഒരു പാളിച്ച സംഭവിച്ചോ എന്ന കാര്യത്തിൽ അന്വേഷണം വേണ്ടത്. കാരണം ChatGPT പോലുള്ള വലിയ മാതൃകകൾ ഇന്ത്യ നിർമ്മിക്കാൻ ശ്രമിക്കേണ്ടതില്ലെന്നാണ് ഇൻഫോസിസിന്റെ സഹസ്ഥാപകൻ നന്ദൻ നിലേക്കനിയെ പോലുള്ളവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അന്ന് അതിന് ശക്തമായ വിയോജിപ്പുകളൊക്കെ ഉയർന്നിരുന്നതാണ്. പാശ്ചാത്യ ലോകങ്ങൾ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് കാത്തിരുന്നാൽ ബഹിരാകാശ വിജ്ഞാനത്തിൽ സംഭവിച്ചത് ആവർത്തിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. കാരണം റഷ്യയും അമേരിക്കയും ഒക്കെ അരനൂറ്റാണ്ട് മുൻപ് തന്നെ നടത്തിയ ബഹിരാകാശ യാത്രകൾക്കാണ് ഇപ്പോ നമ്മുടെ രാജ്യം തയ്യാറെടുക്കുന്നത്. സോവിയറ്റ് യൂണിയൻ കാലത്തെ ശീതയുദ്ധമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അമേരിക്ക ഒരാളെ അയക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അതിനു മുൻപ് തന്നെ 3 പേരെ എത്തിക്കുന്ന സോവിയറ്റ് മത്സരമാണ് ഇപ്പോ ചൈന ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ ഇന്ത്യ പിന്നോക്കം പോയാൽ അതിന് ഒരൊറ്റ കാരണമേയുള്ളൂ: ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം അതിന്റെ മാനവശേഷി ഉപയോഗിക്കുന്നില്ല എന്ന്.